ഞാനും ചേട്ടനും മാധുവായിട്ടാണ് പോകുന്നത്. നമ്മളങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് എത്താറായിട്ടുണ്ട്. അപ്പോൾ ഗീതവും മീനും ഓൾറെഡി അവിടെ വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ പോയിട്ട് അവരെയും കൂടെ വിളിച്ചുകൊണ്ട് വേണം തിയേറ്ററിലോട്ട് പോകാനായിട്ട്. അങ്ങനെ നമ്മൾ തിരിച്ച് തിയേറ്ററിലോട്ട് പോവുകയാണ്. അപ്പോൾ അവരെ വിളിച്ച് നമ്മൾ തിയേറ്റർ എത്തിയായിരുന്നു. കലാഭവനിലാണ് സിനിമ കാണാൻ ബുക്ക് ചെയ്തത്. തുടരുവാണ് കാണാൻ പോകുന്നത്. കുറേ ദിവസം കൊണ്ട് ടിക്കറ്റ് നോക്കുന്നുണ്ടായിരുന്നു, കിട്ടിയിട്ടില്ലായിരുന്നു. ഇന്നത്തേക്കാണ് കിട്ടിയത്. അങ്ങനെ ഞാൻ, ഗീതു, മാധു, മീനു, അഭിലാഷ് ചേട്ടൻ അങ്ങനെ നമ്മൾ 5 പേരായിട്ടാണ് മൂവി കാണാനായിട്ട് വന്നത്. നല്ല മൂവിയായിരുന്നു. അപ്പോൾ നമ്മൾ 5:45 ആയപ്പോൾ എത്തിയത് കൊണ്ട് നേരത്തെ പാർക്കിംഗ് കൂടെ കിട്ടി. പാർക്കിംഗ് കിട്ടില്ലായിരുന്നെങ്കിൽ റോഡ് സൈഡിൽ വണ്ടി പാർക്ക് ചെയ്യേണ്ടി വന്നേനെ. അങ്ങനെ ചേട്ടന് ഭയങ്കര ടെൻഷനായി പോകാൻ. അതുകൊണ്ട് ഭാഗ്യത്തിന് പാർക്കിംഗ് കിട്ടി. അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങിയായിരുന്നു. അതിനിടയിൽ നമ്മൾ ഇൻ്റർവെൽ സമയത്ത് പോപ്കോണും ജ്യൂസൊക്കെ കുടിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ സിനിമ സൂപ്പർ സിനിമയായിരുന്നു. നമുക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു. ലാസ്റ്റ് സീനൊക്കെ നമുക്ക് കരച്ചിൽ വരും. അങ്ങനെ സിനിമയൊക്കെ കണ്ടിറങ്ങി. എല്ലാവരും പോയി കാണണം. തിരിച്ച് അടുത്ത ഷോയ്ക്ക് നല്ല തിരക്കുണ്ടായിരുന്നു. കണ്ടിട്ട് ഇറങ്ങാനും നല്ല തിരക്കുണ്ടായിരുന്നു. അപ്പം ഇനി ചേട്ടന് തിരിച്ച് എണിക്കര പോകണം. നമ്മളെ കൊണ്ടാക്കിയിട്ട് വേണം പോകാനായിട്ട്. അപ്പോൾ ഇനി ഫുഡ് കൂടെ കഴിച്ചിട്ട് വേണം പോകാൻ എന്തായാലും. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്നാണ് വിചാരിച്ചത്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. അപ്പോൾ നമ്മൾ തട്ടുകടയിൽ എത്തിയിട്ടുണ്ടായിരുന്നു. ദോശയും ചമ്മന്തി രസവടയൊക്കെ കഴിച്ചായിരുന്നു. നല്ല ഫുഡായിരുന്നു. ഇത് ശ്രീകണ്ഠേശ്വരത്തു നിന്നാണ് നമ്മൾ തട്ട് ദോശ കഴിച്ചത്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ലൈക്ക് ചെയ്യണേ. ടാറ്റാ.